ഡിയർ ഫ്രണ്ട്സ്, യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. കറണ്ട് ഇഷ്യൂസ് ആയിരുന്നു. ഒരു ആരവല്ലി ഇഷ്യൂസ്, ആരവല്ലി പ്രൊട്ടക്ഷൻ എന്നൊരു ടോപ്പിക്കും അതോടൊപ്പം തന്നെ വന്ദേ മാതരം എന്തുകൊണ്ട് എന്നുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൂടെ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻസ് ഇതാണ് ഓർമ്മിക്കുക. വിച്ച് ആർ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നാണ്. വിച്ച് ആർ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫ്രം ഗിവൻ ബിലോ എന്നാണ്. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, താഴെ കൊടുത്ത പ്രസ്താവനകൾ, അതായത് അതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അതാണ് പറയുന്നത്. വിച്ച് ആർ ദി സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ഫ്രം ഗിവൻ ബിലോ. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയാം. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓർമ്മിക്കുക. എഡ്യൂക്കേഷൻ ബിക്കേം ദി സബ്ജക്ട് ഓഫ് കൺകറന്റ് ലിസ്റ്റ് ഫ്രം 1976 ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? എഡ്യൂക്കേഷൻ ബിക്കേം ദി സബ്ജക്ട് ഓഫ് കൺകറന്റ് ലിസ്റ്റ് ഫ്രം 1976 ആണ് ഒന്നാമത്തെ. രണ്ടാമത്തെ ഓർമ്മിക്കുക. എഡ്യൂക്കേഷൻ ബിക്കേം ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫ്രം 2002 എന്നാണ്. എഡ്യൂക്കേഷൻ ബിക്കേം ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫ്രം 2002 എന്നാണ്. The next one, third, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ബിക്കേം ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 to 14 ഫ്രം 2010 എന്നാണ് പറയുന്നത്. ക്ലിയർ? എഡ്യൂക്കേഷൻ ബിക്കേം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രം 2010 എന്നാണ് പറയുന്നത്. അപ്പൊ മൂന്ന് സ്റ്റേറ്റ്മെന്റാണ് കൊടുത്തത്. ഏതാണ് ശരിയെന്ന്? അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഒരു വിഷയമായത് 1976 മുതൽ എന്നാണ് പറഞ്ഞത്. ഒന്നാമത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയമായത് 1976 മുതലാണെന്നാണ്. രണ്ടാമത് വിദ്യാഭ്യാസം ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമയായി തീർന്നത് 2002 മുതൽ എന്നാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി തീർന്നത് 2010 മുതലാണ് എന്നാണ്. ഇതിലെ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് ശരിയാണ്? 1, 2 ശരിയാണ്, 1, 2 ശരിയാണ്, 1, 3 ശരിയാണ്, എല്ലാം ശരിയാണ്. നമുക്ക് ഇതിൽ ആൻസർ വരുന്നത് ഓൾ ആർ കറക്റ്റ്, എല്ലാം ശരിയാണെന്നാണ്. എല്ലാം ശരിയാണ്, എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ബിക്കേം ദി സബ്ജക്ട് ഓഫ് കൺകറന്റ് ലിസ്റ്റ് ഫ്രം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അല്ല, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാണ്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നാണ്. അത് ഫ്രം 1976 ആണ്. അപ്പൊ വിദ്യാഭ്യാസം ഓൾറെഡി അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സംസ്ഥാന ലിസ്റ്റിൽ ഇടുന്ന ഒരു വിഷയമായിരുന്നു വിദ്യാഭ്യാസം. 1976 42ാം ഭേദഗതി. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഭേദഗതിയാണത് 42ാം ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭേദഗതി. നമുക്കറിയാം, നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ഭേദഗതി 42ാം ഭേദഗതി. അപ്പൊ ഇതേവരെ നടപ്പിലാക്കിയ ഭേദഗതിയിൽ ഏറ്റവും വലിയൊരു ഭേദഗതിയാണ് 42ാം ഭേദഗതി ഉണ്ടാവുന്നത്. ഏകദേശം 19 ക്ലാസ്സുകൾക്കാണ് അതിൽ മാറ്റം വരുത്തിയത്. അപ്പൊ ഇത്രയും ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഭേദഗതി ആയതുകൊണ്ടാണ് അതിന് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ വിളിക്കുന്നത്. അപ്പൊ ആ 42ാം ഭേദഗതിയിൽ ഒരുപാട് 19 ക്ലാസ്സുകൾക്ക് മാറ്റം വരുത്തി ഞാൻ പറഞ്ഞു. അതിലൊരു ക്ലാസ് ആണ് ഇത് പറയുന്നത് എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ ഉണ്ട്, ഇലക്ട്രിസിറ്റി, ഫോറസ്റ്റ് ഉണ്ട്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് ഏതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്? ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയിരിക്കും? അപ്പൊ എഡ്യൂക്കേഷൻ, അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, മെഷർമെന്റ്, അളവ് തൂക്കങ്ങൾ, ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഈ 1976 ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം നടത്തിയ 42ാം ഭേദഗതിയിലാണ്. അപ്പൊ നമ്മൾ ഒന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വിദ്യാഭ്യാസം എന്നൊരു കൺകറന്റ് ലിസ്റ്റിലെ ഒരു വിഷയമായി തീർന്നത് 1976 മുതലാണ്. അത് 42ാം ഭേദഗതിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നോക്കുക. ഇനി രണ്ടാമത്തെ നോക്കുക. എഡ്യൂക്കേഷൻ ബിക്കേം ദി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫ്രം 2002 എന്നാണ് പറയുന്നത്. ഓർമ്മിക്കുക, എഡ്യൂക്കേഷൻ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 4A പറയുന്ന ഭാഗം ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ പറയുന്ന ഭാഗമാണ്. 51A മുതൽ പറയുന്ന കാര്യമാണ് ഇത്. ആർട്ടിക്കിൾ 51A മുതൽ പറയുന്ന കാര്യമാണ് പാർട്ട് 4A പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അപ്പോൾ ടോട്ടലി നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് സ്വരൻ സിംഗ് കമ്മിറ്റി ശുപാർശ പ്രകാരം ഈ 42ാം ഭേദഗതി, നമ്മൾ പറഞ്ഞ 76 42ാം ഭേദഗതി പ്രകാരം തന്നെ 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടിച്ചേർക്കുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ 76 42ാം ഭേദഗതി പ്രകാരം തന്നെ സ്വരൻ സിംഗ് കമ്മിറ്റി ശുപാർശ പ്രകാരം 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ കൂടിച്ചേർക്കുന്നത്. അപ്പൊ ഒറിജിനലി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായില്ല. അതിനുശേഷം പിന്നീട് 2002 86ാം ഭേദഗതി പ്രകാരം 2002
86 ഭേദഗതി പ്രകാരം 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമുക്ക് കൂടിച്ചേർത്തണം. 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി നമ്മൾ കൂടിച്ചു. അതാണ് എഡ്യൂക്കേഷൻ ബിക്കെയിം ഫ്രീ ആൻഡ് കമ്പൽസറി ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 6 to 40 എന്നും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. ആര് നിർബന്ധിക്കണം? പാരന്റ്സ് നിർബന്ധിക്കണം എന്ന് ഓർത്തിക്കുക. പാരന്റ്സ് ഇറ്റ് ഈസ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് പാരന്റ്സ് എന്ന് പറയും. ഇറ്റ് ഈസ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ്. അപ്പൊ നമ്മൾ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, കുട്ടികളെ 6 to 14 വയസ്സിനിടയിലുള്ള കുട്ടികളെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതാണ് 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പൊ ഇത് 2002 86 ഭേദഗതി പ്രകാരം 2002 86 ഭേദഗതി പ്രകാരം നമ്മൾ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയിട്ട് മാറുന്നത്. അപ്പൊ രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എഡ്യൂക്കേഷൻ ബിക്കെയിം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫ്രം 2002. 2002 മുതൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി പറഞ്ഞത് ശരിയാണ്. 2002 86 ഭേദഗതി പ്രകാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലോ? ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. മൂന്നാമത്തെ എന്താ പറഞ്ഞത്? എഡ്യൂക്കേഷൻ ബിക്കെയിം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രം 2010 എന്നാണ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ ബിക്കെയിം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫ്രം 2010. 2010 മുതൽ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയതാണ്. 86 ഭേദഗതി പ്രകാരം നമ്മളത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്, ലീഗാലിറ്റി ഇല്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഭരണഘടന സാധുത നൽകുന്നത് RT ആക്ട് 2009 പ്രകാരം. 2009 RT ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതാണ് RTE ആണ്. RT ആക്ട് 2009. അപ്പൊ RT ആക്ട് 2009 പ്രകാരം ഈ 6 വയസ്സിനും 14 വയസ്സുള്ള വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം അത് ആ കുട്ടികളുടെ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. അതോടൊപ്പം അത് ആ കുട്ടികളുടെ മൗലിക അവകാശമാക്കി മാറ്റുകയും ചെയ്തു. കാരണം അതിന് ഭരണഘടനാപരമായ നിയമപരമായ സാധുത നമ്മൾ നൽകുകയും ചെയ്യണം. അത് പ്രകാരം ഒരുപാട് നെയ്ബർഹുഡ് സ്കൂളുകൾ വേണം. അത് ഗവൺമെന്റ് അത് അഷ്യൂർ ചെയ്യുന്നതാണ്. ഗവൺമെന്റ് ഉറപ്പാക്കണം എല്ലാ കുട്ടികളും, ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, അത് ലഭിക്കുന്നുണ്ട് എന്ന് ഗവൺമെന്റ് ഉറപ്പാക്കണം. നെയ്ബർഹുഡ് സ്കൂളുകളൊക്കെയാണ്. കുട്ടികൾക്ക് നടന്നു പോകാൻ ദൂരത്തുള്ള സ്കൂളുകൾ ധാരാളം ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ടീച്ചേഴ്സും കുട്ടികളും നമ്മൾ അനുപാതം ശരിയാക്കണം. സ്വകാര്യ സ്കൂളുകളിൽ 25% റിസർവേഷൻ ആർക്ക് കൊടുക്കണം? ഈ സോഷ്യലി ഇക്കോണമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ടീമുകൾക്ക് കൊടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ. ക്യാപിറ്റേഷൻ ഫീ വാങ്ങാൻ പാടില്ല. അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ സ്ക്രീൻ ടെസ്റ്റ് നടത്താൻ പാടില്ല. ഇങ്ങനെ കുറെ നിബന്ധനകളെല്ലാം ഗവൺമെന്റ് ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ 2010 മുതൽ RT ആക്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വന്ന് 2010 ഏപ്രിൽ 1 മുതലാണ്. മറക്കണ്ട. അപ്പൊ വിദ്യാഭ്യാസം എന്നത് ഈ കുട്ടികൾ 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. അതോടൊപ്പം തന്നെ അത് അവരുടെ ആ കുട്ടികളുടെ മൗലിക അവകാശമായി മാറുന്നത്, അത് നിയമസാധുത നൽകുന്നത് RT ആക്ട് 2009 ആക്ട് പ്രകാരം. അപ്പൊ അത് 2009 RT ആക്ട് വരുന്നത് 2010 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്. ക്ലിയർ ആയില്ലോ? അപ്പോൾ മൂന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്ന് നോക്കുക. ക്ലിയർ ആയില്ലോ? അപ്പൊ ഡെയിലി ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? 3 പ്രധാനപ്പെട്ട ഭേദഗതികൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. ക്ലിയർ ആയി? അപ്പൊ ഇതാണ് പറഞ്ഞത്. മറക്കണ്ട, വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അത് പ്രകാരം 6 വയസ്സിനും 14 വയസ്സുള്ള വിദ്യാഭ്യാസം സൗജന്യമാണ്, നിർബന്ധിതമാണ്. അതോടൊപ്പം അത് കുട്ടികളുടെ മൗലിക അവകാശമാണ് നോക്കുക. ഇനി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻസിലേക്ക് മാറുന്നത് 1976 42 ഭേദഗതി പ്രകാരം ഇന്ദിരാഗാന്ധി ഗവൺമെന്റാണ് ഭേദഗതി നടപ്പിലാക്കി ഓർത്തിരിക്കുക. അതോടൊപ്പം നമ്മുടെ 11ാമത്തെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഈ 6 to 14 വയസ്സിന് ഇടയിലുള്ള വിദ്യാഭ്യാസം 6 to 14 ഇടയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നുള്ളത് സൗജന്യമാണ്, നിർബന്ധിതമാണ്. ആര് നിർബന്ധിക്കണം? പാരന്റ്സ് നിർബന്ധിക്കണം എന്നുള്ളത്. അതാണ് ഇവിടെ 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അതോടൊപ്പം തന്നെ 2010 മുതൽ നിയമസാധുത നൽകിയത് RT ആക്ട് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. RTE എന്നുള്ളത് RTI അല്ല കേട്ടോ, ചിലപ്പോൾ കൺഫ്യൂഷൻ. RT അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. RT എന്നുള്ളത് RTI അല്ല, RTE ആക്ട് 2009. അത് പ്രകാരം വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലിക അവകാശമാക്കി മാറ്റി ആർട്ടിക്കിൾ 21A വരുന്നു. അത് 2010 ഏപ്രിൽ 1 മുതൽ നിലവിൽ ഒന്നുകൂടി ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ടോപ്പിക്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ ചെറിയൊരു ടോപ്പിക്കാണ് പറഞ്ഞത്. വിദ്യാഭ്യാസം എന്താണ്, ആർട്ടിക്കിൾ 21A എന്താണ്, ഈ 42 ഭേദഗതി 86 ഭേദഗതി എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത് ഈ ടോപ്പിക്കാണ്, വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റനോട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള മറ്റു കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ 9846298093 നമ്പറിൽ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസുകളും നൽകണം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നല്ല ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും